കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മണ്ണാർക്കാട് മണ്ഡലം കൺവെൻഷൻ 21 ബുധനാഴ്ച 2:30 മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ കുത്തകകൾക്ക് എല്ലാ വ്യാപാര ആനുകൂല്യങ്ങളും അനുവദിക്കുന്ന സർക്കാരുകൾക്കെതിരെയും റോഡുകൾ കയ്യേറി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന തെരുവോര കച്ചവട മാഫിയകൾക്കെതിരെയും നടപടികളെടുക്കാത്ത ഉദ്യോഗസ്ഥ മേധാവികൾക്കെതിരെയും ശക്തമായ സമരങ്ങളുമായി വ്യാപാരി യുവജന വിഭാഗം രംഗത്തിറങ്ങുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നൂറുകണക്കിന് സ്ഥാപനങ്ങൾ വ്യാപാര മാന്ദ്യം കാരണം പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ 14 യൂണിറ്റുകളിൽ നിന്നുള്ള യൂത്ത് വിംഗ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും. മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ അധ്യക്ഷത വഹിക്കുന്ന യോഗം KVVS പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മണ്ഡലം ഭാരവാഹികൾ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കും. കൃത്യമായി നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു വ്യാപാരിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം പാലിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഹെൽത്ത് വരെ പോലുള്ള ആളുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ അവർ പരിശോധന ഇത്തരം നിങ്ങളെയൊക്കെ പോലുള്ള സ്ഥാപനങ്ങൾ കയറുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള വഴിയോര കച്ചവടങ്ങളിൽ അവർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നുന്നത് അത് യാഥാർത്ഥ്യമാണോ? അത് 100% യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചറിയാം. മണ്ണാർക്കാട് മേഖലയിൽ തെരുവോരം കച്ചവടം ചെയ്യുന്ന ഗൂഡ്സ് ഓട്ടോറിക്ഷകളിൽ നിരോധിതമായ പ്ലാസ്റ്റിക് കവറുകളിലാണ് ഇവർ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിർഭാഗ്യവശാൽ അത്തരം ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്ന അവസ്ഥ മണ്ണാർക്കാട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് സമയം 5 മണിക്ക് ശേഷമാണ് മിക്കവാറും തെരുവുകാർ കച്ചവടങ്ങൾ വരുന്നത്. ഓഫീസ് കഴിഞ്ഞിട്ടാണ്. ഓഫീസ് ടൈമിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥர்கள். വാർത്താസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ, ജനറൽ സെക്രട്ടറി ബാബു മൈക്രോടെക്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ യൂണിയൻ, കൃഷ്ണദാസ് സിഗ്നൽ, ജയശങ്കർ, ഉണ്ണി ഐക്കയർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.